ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോട്ടാണ് നോക്കുന്നത്. വി കഴുത്ത് വരുന്ന നേഴ്സിംഗ് കോട്ട് അതാണ് നോക്കുന്നത്. നമ്മൾ സാധാരണ കോളർ ഉള്ളതാണ് നേഴ്സിംഗ് കോട്ട് കണ്ടിട്ടുള്ളത്. ഇത് നമ്മൾ വി കഴുത്ത് വന്നിട്ട് കോളർ ഇല്ലാത്ത രണ്ട് കീശയൊക്കെ ആയിട്ട് വരുന്ന അയർലൻഡിലെ നേഴ്സിൻ്റെ കോട്ടാണ്. അപ്പോൾ ഇത് 3 കളറ് തുണി മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കോട്ട് തയ്ക്കുന്നതിന് ആവശ്യമായ അളവുകൾ നോക്കാം. ഇറക്കം വരുന്നത് 28 ആണ്. വണ്ണം വരുന്നത് 42, 41, 48. ഇപ്പോൾ വണ്ണം 48, ചെസ്റ്റ് വണ്ണം 42, ബ്രസ്റ്റ് വണ്ണം 44, വേസ്റ്റ് വണ്ണം 41, ഹിപ്പ് വണ്ണം 48. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നെക്ക് വരുന്നത് 9.5 പുറകിലത്തെ 2 ഇഞ്ച്, പുറകിലത്തെ കഴുത്ത് 2 ഇഞ്ച്, ഷോൾഡർ 16, കൈയുടെ ഇറക്കം 9, അടിയിലത്തെ വണ്ണം 14, മുകളിലത്തെ വണ്ണം 17, ആം ഹോളും 17. ഇത്രയാണ് നമുക്ക് അളവുള്ളത്. അപ്പോൾ നമുക്ക് ഈ അളവ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് തുണി മടക്കിയിടാം. 2 ആക്കി തുണി മടക്കിയിടാം. ഇത് ഈ കോട്ട് തയ്ക്കാൻ ആവശ്യമായ തുണി ഇത് 60 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് 1.60 തുണിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ആക്കി മടക്കിയിടാം. ആദ്യം നമുക്ക് ഫ്രണ്ട് നമ്മൾ താഴെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 1.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഇത് നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടിയിടുന്ന ലൂസാണ്, അല്ലെങ്കിൽ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടുന്നതാണ്. നമുക്ക് മടക്കി അടിക്കാനും ഷോൾഡർ അടിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിട്ടു. ഇനി നമുക്ക് വേണ്ട ഇറക്കം 28. നമ്മൾ ഈ വരച്ച സ്ഥലത്തുനിന്ന് നമ്മുടെ മുകളിലേക്ക് 28 പിടിക്കുകയാണ്. നമ്മൾ 28 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അപ്പം നമ്മൾ താഴെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഇറക്കം നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ട ഇറക്കം 28. നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിടും. അപ്പോൾ നമ്മൾ 28.5 അടയാളപ്പെടുത്തും. ഇനി നമുക്കിതിൻ്റെ സ്ലോപ്പ് 1 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. അത് നമ്മൾ വരച്ചെടുത്തു. ഇനി സ്ലോപ്പ് കൊടുത്തിടത്തുനിന്നാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ സ്ലോപ്പ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ഷോൾഡർ 16 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ. അപ്പോൾ ആ കഴുത്തിറക്കം നമ്മൾ 2 ഇഞ്ചാണ് പുറകിൽ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഷോൾഡറും അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് എടുക്കുന്നുണ്ട്. പ്ലസ് തയ്യൽത്തുമ്പ്, ഫുൾ ഷോൾഡർ പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്, അങ്ങനെ 17. 17ൻ്റെ പകുതി 8.5 ഇഞ്ച്. അപ്പോൾ 8.5 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡറായിട്ട് അടയാളപ്പെടുത്തി. കഴുത്തിറക്കം കുറവായതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഷോൾഡറും തയ്യൽത്തുമ്പും ചേർത്ത് ആഡ് ചെയ്തത്. ഇതിപ്പോൾ സാധാരണ ഡ്രസ്സായി നമുക്ക് 1/2 ഇഞ്ച് കുറച്ചിട്ട് ചെയ്യാമായിരുന്നു ഷോൾഡർ. കാരണം 2 ഇഞ്ച് കഴുത്തിറക്കമുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഓവർ കോട്ടാണ്, അതായത് ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ വരുന്നതായതുകൊണ്ട് ടൈറ്റ് വരാതിരിക്കാനാണ് നമ്മൾ ഫുൾ ഷോൾഡറും തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഈ കോട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൈക്കുഴി അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് 17. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ചേർത്താൽ 17.5 വന്നു. 17.5യുടെ പകുതി 8.75. 8.75 കിട്ടുന്ന പോലെ ആയിരിക്കും നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഈ കൈക്കുഴി കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടണം. അപ്പോൾ 42 ചെസ്റ്റ് അളവ് വരുന്നത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 46 വന്നു. 46ന് 4 എന്ന് പറയുന്നത് 11.5. അപ്പം 11.5 നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് വരച്ചിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇവിടെ ഒരു തയ്യൽത്തുമ്പ് 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷേപ്പ് ഇവിടെ ചേർത്ത് കുഴിച്ചാണ് വരയ്ക്കുന്നത്, ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടന്നു നോക്കാം.
നമുക്ക് 8.25 കിട്ടേണ്ടത്. നമുക്കിവിടെ 8.25 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ അളന്നു. ഇനി നമുക്ക് ഇവരുടെ ബ്രസ്റ്റ് അളവ് 44 44-ലൂടെ 4 കൂട്ടണം. 4 കൂട്ടി 48 വന്നു. 48-ൻ്റെ 4 എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഇവർക്ക് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയത്. ഇനി നമുക്ക് വേസ്റ്റ് അളവാണ്. അപ്പോൾ 41, 41-ൻ്റെ കൂടെ 4 കൂട്ടുന്നു. 45, 45-ൻ്റെ 4-1 11. ഇനി ഈ കോട്ടിന് സ്ലിറ്റ് വേണം. അപ്പോൾ നമ്മൾ ഈ ഇറക്കത്തിൽ നമ്മൾ 1.5 അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് 4 ഇഞ്ച് നമ്മൾ സ്ലിറ്റിനുള്ള നീളം കൊടുത്തു. ആ സ്ലിറ്റിന് അടയാളപ്പെടുത്തിയെടുത്തുനിന്നാണ് നമ്മളിനി ഹിപ്പളവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഹിപ്പളവ് വരുന്നത് നമുക്ക് 48. അപ്പോൾ 48-ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 52 വന്നു. 52-ൻ്റെ 4 ഭാഗം 13. അത് നമുക്കിവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മളത് അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കിതിന് വരയ്ക്കാൻ ചെറിയൊരു കർവ് ഷേപ്പ് വരുന്നുണ്ട്. നമ്മളത് വരച്ചെടുത്തു. ടൈൽ തുമ്പ് ഇനി നമുക്ക് കഴുത്താണ് രേഖപ്പെടുത്തേണ്ടത്. കഴുത്ത് നമുക്ക് 9.5 ഇഞ്ചാണ് കഴുത്തിറക്കം വരുന്നത്. പുറകിൽ ഇറക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഇത്ര ഇറക്കം വരുന്നത്. അപ്പോൾ 9.5 ഇഞ്ച് കഴുത്തിറക്കം അടയാളപ്പെടുത്തി. അകലം നമ്മൾ 3 ഇഞ്ച് കൊടുത്തു. അത് നമുക്കൊന്ന് ചതുരമാക്കിയിട്ട് വി വരയ്ക്കാം. ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളത് വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുറകുവശമാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായി തുണി മടക്കിയിടാം. അപ്പോൾ നമ്മൾ പുറകുവശത്തിനായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് വശം എടുത്ത് വെച്ചിട്ട് ഈ ഫ്രണ്ട് വശത്തേക്കാൾ വണ്ണമൊക്കെ സെയിം തന്നെ. ഈ ഫ്രണ്ട് വശത്തേക്കാളും നമുക്ക് 1.5 ഇഞ്ച് ഈ മുകൾ വശത്ത് കൂട്ടിയിടണം. നമുക്ക് ഇറക്കം വരുന്നത് 31.5 പുറകുവശത്തെ ഇറക്കം വരുന്നത് നമ്മൾ ഫ്രണ്ട് വശത്തേക്കാൾ 1.5 കൂട്ടിയിട്ടു. അത് നമ്മൾ വരച്ചു. ഇനി നമുക്ക് പുറകിലും സ്ലോപ്പ് കൊടുക്കണം. ഈ അടയാളപ്പെടുത്തിയിടുന്ന 1 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുത്തു. ഇനി നമുക്ക് കൈക്കുഴി. ഇവിടെ നമ്മൾ ആംകോൾ കർവ് കുറച്ച് കൂടുതലാണ് കൊടുക്കുന്നത്. 1.25 ഇഞ്ച് നമ്മൾ ആംകോൾ കർവിനായിട്ട് അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ കുഴിച്ചാണ് വരച്ചത്. ഇത് നമ്മൾ ഇതിലെയാണ് വരയ്ക്കുന്നത്. പുറകുവശം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആംകോൾ കർവ് കുഴിച്ച് വരയ്ക്കില്ല. നമ്മളത് അടയാളപ്പെടുത്തി. ഇനി വണ്ണം. ഇത്ര നമ്മൾ വരച്ചു. കൈക്കുഴി വരച്ചു, വണ്ണവും വരച്ചു, ഇറക്കവും വരച്ചു. ഇനി നമുക്കിതെടുത്ത് ഫ്രണ്ട് വശം എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് കഴുത്തിറക്കം. നമുക്ക് 2 ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കാം. തയ്ച്ച് കഴിയുമ്പോൾ 1.5 വരുള്ളൂ. അപ്പോൾ അകലെ നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളത് വരച്ചെടുത്ത് നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ പുറകുവശവും മുൻവശവും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. കൈ 2 കീശയ്ക്കുള്ള തുണി, കഴുത്തിനൊക്കെ ഉണ്ട് തുണി.
കൈ നമുക്ക് തേരുവശം വണ്ണമായിട്ട് നമ്മൾ മടക്കിയിട്ടു. ഇനി നമുക്ക് ഇറക്കം. നമുക്ക് ഇറക്കം രേഖപ്പെടുത്താം. നമുക്ക് 9 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട ഇറക്കം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് കൂടുതലെടുക്കും. കാരണം നമുക്ക് വീതി മടക്കി തയ്ക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഇഞ്ച് കൂടുതലെടുക്കും. 2.5 ഇഞ്ച് കൂടുതലെടുത്തു. കാരണം ഇവിടുത്തെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 2.5 കൂടുതലെടുത്തു. ഇതിൻ്റെ റിഗാൾ 4 ഇഞ്ച് നമ്മൾ റിഗാൾ ഷേപ്പായിട്ട് കൊടുത്തു. വണ്ണം 17 ഇഞ്ചാണ് നമുക്ക് വണ്ണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എട്ടര ഇഞ്ച് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 7 ഇഞ്ച് താഴെവശത്ത് വണ്ണം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കണം. നമ്മൾ ഷേപ്പ് വരച്ചു. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം. നമുക്ക് 17.5 കിട്ടുന്നുണ്ടോ, അതായത് 8.75. നമുക്കിവിടെ അളവ് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കീശയും ഇതിൻ്റെ ബീനെക്കിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കണം. കീശയ്ക്ക് നമ്മൾ 10 ഇഞ്ച് ഇറക്കവും 7 ഇഞ്ച് വീതിയായിട്ട് ഒരു തുണി കട്ട് ചെയ്തെടുക്കും. രണ്ട് കീശ വേണം. ഇനി നമുക്ക് 2 ഇഞ്ച് വീതിയിൽ 2 തുണി വേണം. അപ്പോൾ വീക്കെടുത്ത് അടിച്ചു മറിക്കാൻ 14 ഇഞ്ച് നീളം എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് വീതി. ഇപ്പോൾ ഒരു പീസേ ഉള്ളൂ. നമുക്കൊരു പീസും കൂടെ വേണം. കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഒരു പീസും കൂടെ വേണം. കഴുത്ത് അടിച്ചു മറിക്കാൻ. നമ്മൾ വീക്കഴുത്തിനുള്ളത് മുറിച്ചെടുത്തു. ഇനി നമുക്ക് പുറകു കഴുത്ത് അടിച്ചു മറിക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. 3 ഇഞ്ച് വീതി, അകലവും 2 ഇഞ്ച് ഇറക്കമായിട്ട് നമ്മൾ കഴുത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തു. അടിച്ചു മറിക്കാൻ. ഇനി നമുക്ക് ക്യാൻവാസും കൂടെ കട്ട് ചെയ്താൽ തയ്ച്ചെടുക്കാം. നമ്മൾ കോട്ട് തയ്ക്കാൻ പോവാണ്. അപ്പം ഫ്രണ്ട് വശത്തെ 2 കീശയാണ് അടിക്കാൻ പോകുന്നത്. 20 ഇഞ്ച് ഇറക്കവും മുകളിൽ നിന്നും 20 ഇഞ്ച് ഇറക്കവും
നടുക്ക് നിന്ന് 2.5 ഇഞ്ച്, അതായത് നടുക്ക് നിന്ന് 2.5 ഇഞ്ച് അകലവും കൊടുത്തിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പീസ് വെക്കാൻ പോകുന്നു. ആറിഞ്ച് നീളവും 5.5 ഇഞ്ച് വീതിയായിട്ടാണ് പീസ് തയ്ച്ച് വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ 2 പീസ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കിവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ 2 പീസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറകുവശത്ത് ടക്ക് ഇട്ടിട്ടുണ്ട്. കൈ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്താണ് തയ്ക്കേണ്ടത്. നമ്മൾ കഴുത്ത് തയ്ക്കാനായിട്ട് ക്യാൻവാസ് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലാണ് ഈ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വി ഷേപ്പ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ അടിക്കും. ഇതിൻ്റെ ഉൾവശം കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമ്മളിത് 2 വശത്തും നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി നമ്മൾ ബി അടിച്ച ശേഷം ഇതിങ്ങനെ നല്ല വി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ അടിച്ചു വെക്കും. രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ അടിച്ചു വെക്കും. ഇതിൻ്റെ ഇവിടെ കട്ടി കിട്ടാനാണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചത്. അടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തിൽ വെച്ച് കൊടുക്കാം. നമ്മൾ കഴുത്ത് വെച്ച് കൊടുക്കാൻ പോവാണ് ഫ്രണ്ട് വശത്ത്. നമ്മൾ കൃത്യം ഈ അടുപ്പിൻ്റെ അവിടെ കൃത്യം ഈ വി വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ വീതി എല്ലാം തുല്യമായിരിക്കണം. നമ്മൾ രണ്ട് വശത്ത് വി അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ വി കഴുത്ത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് പുറകിൽ യു കഴുത്ത് അതിൻ്റെ പീസ് വെച്ച് തയ്ച്ചെടുക്കാം. നമ്മളതിൻ്റെ പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ കൂട്ടി വെപ്പിക്കാൻ പോകണം. ഇനി നമ്മൾ കൈ പിടിപ്പിക്കാൻ പോവാണ്. നമ്മൾ ഷോൾഡറൊക്കെ അടിച്ച് ഓവർലോക്കൊക്കെ ചെയ്തു. ഇനി നമുക്ക് കൈ പിടിപ്പിച്ച് സൈഡ് അടിച്ചിട്ട് കാണിക്കാം ലാസ്റ്റ് വരെ. ഇങ്ങനെ നമ്മുടെ നഴ്സിംഗ് കോട്ട് തയ്ച്ചു കഴിഞ്ഞു. അത് ഫുള്ളായിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം മേശയ്ക്ക് വീതിയില്ലാത്തതുകൊണ്ട് നമുക്ക് നിവർത്തിയിട്ടിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. കഴുത്ത് നല്ല വി ഷേപ്പിലാണ് അടിച്ചിട്ടുള്ളത്. ക്യാൻവാസ് വെച്ചിട്ട് വി ഷേപ്പിലാണ് അടിച്ചിട്ടുള്ളത്. നമ്മൾ 2 കീശയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 3 കോട്ടും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അടുത്ത കോട്ട്. നമ്മൾ 3 കോട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. പുറകിൽ നമ്മൾ ടക്കൊക്കെ കൊടുത്താണ് അടിച്ചേക്കുന്നത്.